ഭയങ്കര ഫീല് എക്സ്പീരിയൻസ് പടം സെക്കൻഡ് ഹാഫ് ഭയങ്കര ഇമോഷണലാണ്. നിങ്ങൾ കണ്ടു? ഒരുപാട് ഹാപ്പി ആയിരുന്നു. ഫാമിലിക്ക് ഇഷ്ടപ്പെടും, യൂത്തിന് ഇഷ്ടപ്പെടും, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് അച്ഛൻ മകൻ കോംബോ എന്താണെന്നുള്ളത് ഒരുപാട് അച്ഛനും മകനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഫസ്റ്റായിട്ട് പടം രക്ഷയല്ല ബ്രോ, അടിപൊളി പടം, അടിപൊളി പടം, അടിപൊളി. ഞങ്ങൾ തന്നെ അഭിനയിച്ച പടമാണ്. എല്ലാവരും പോയി കാണുക. പുതിയ ആൾക്കാരാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രേക്ഷകരായിട്ട് ഇരുന്നപ്പോ കോമഡി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വർക്കൗട്ട് ചെയ്യാമെന്ന് തോന്നുന്നുണ്ടോ? ഇരിക്കുന്നുണ്ട് ആൾക്കാർ, ബാക്കി ഇനി അവരാണ് പറയട്ടെ. അല്ലാതെ ഞാൻ ആദ്യമായിട്ട് ഫുൾ ഫ്ലെഡ്ജിൽ ചെയ്യുന്നൊരു പടം ഇതാണ്. ഭയങ്കര സന്തോഷമുണ്ട്. ആളുകൾ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. എല്ലാവരും ആസ്വദിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്കൊരു വല്ലാത്തൊരു ഫീൽ കിട്ടിയിട്ടുണ്ട്. അവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കും. നിങ്ങളും കയറി കാണാൻ കണ്ടിട്ട് പറയാം കാര്യങ്ങൾ. 100 കോടിയാന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ടല്ലോ. അതൊക്കെ കാര്യങ്ങൾ സംഭവിക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരായിട്ട് ഇരുന്നുണ്ട്? ഭയങ്കര ഇമോഷണൽ ഒരു സിറ്റുവേഷൻ ആണ്. എല്ലാവരും കാണുക പടം. നമ്മളെല്ലാവരും ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര ബോണ്ടിങ് ഉള്ളൊരു ടീമായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പോൾ. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ, കണ്ടിട്ട് എല്ലാവരും പറയാം. എനിക്ക് ഭയങ്കര ഇമോഷണലിയാണ് എനിക്ക് ഭയങ്കര കണക്ട് ആയത്. കോമഡിയൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ എൻജോയ് ചെയ്യണതാണ്. ഇമോഷണലി ഞാൻ എന്നെ തന്നെ എൻജോയ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എനിക്ക് ഭയങ്കര വർക്കായി ഇമോഷണൽ. പിന്നെ എനിക്കത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ സീനുകളും നമ്മളെ മൊത്തം ആൾക്കാർ ഇമോഷൻ സീനിലേക്ക് കണ്ടിരിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പടം. സന്തോഷം. ശരി, അടിപൊളി. നല്ലായിരുന്നു. എല്ലാവർക്കും കണക്ട് ആവും എന്തായാലും പരിപാടി. പിന്നെ ശ്രുതിയുടെ ഇമോഷൻസ് അടിപൊളിയായിരുന്നു. ഭയങ്കര സന്തോഷം. നല്ല സിനിമയാണ്. എല്ലാവരും പോയിട്ട് കാണണം. നല്ല സിനിമയാണ്. കണ്ടോ? ഇല്ലല്ലോ. കണ്ടോ? പിള്ളേർ പൊളിച്ചു. എല്ലാവരും അടിപൊളിയാണ്. നല്ലായിരുന്നു. എല്ലാ പിള്ളേരും പൊളിച്ചു. അടിപൊളി. കുഴപ്പമില്ലായിരുന്നു. അടിപൊളി. ഒരു എന്താണ് ഇമോഷണൽ ആയിട്ടാണല്ലോ ഇറങ്ങുന്നതെന്ന് തോന്നുന്നു. കാര്യം ഇമോഷൻസ് ഉണ്ട്, നന്നായിട്ട് നല്ല ഇമോഷൻസ് ഉണ്ട്, തമാശകളുണ്ട്, അതോടൊപ്പം തന്നെ ഇമോഷൻസും. ഇപ്പൊ ഈ കാലഘട്ടത്തില് എന്താ ഇപ്പൊ അച്ഛന്മാർക്കും മക്കൾക്കും ഒരേ തരത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് കാണേണ്ട പടമാണ്, നിർബന്ധമായിട്ട്. അതായത് നമ്മൾ ചെറുപ്പക്കാരെ മാത്രം ഉദ്ദേശിച്ചുള്ളതല്ല, ഫാമിലി ആയിട്ട് കാണേണ്ട പടമാണ്. ഇതൊരു ഫാമിലി പടം തന്നെയാണ്. ഈ ആവേശത്തിനും ഒക്കെ ശേഷം ഒരു 100 കോടിയിലേക്ക് കയറുന്ന പ്രേക്ഷകർ കണ്ടിറങ്ങിയ പല ആളുകളും പറയുന്നുണ്ടല്ലോ. അങ്ങനെ ആവട്ടെ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പെർഫോമൻസ് സീനാട്ടോ. ട്രെയിലർ കണ്ടപ്പോ തന്നെ സീനാണ്. ഇല്ലല്ലോ, കാണണം. ഡ്യൂട്ടി കാണണം. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരായിട്ട് ഇരുന്നാണ്ട് ഒരു എക്സ്പീരിയൻസ്? കാരണം പ്രേക്ഷകരാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ അവരുടെ കയ്യടിയും ലൈവായിട്ട് കാരണം നമ്മൾ അല്ലെങ്കിൽ സാധാരണ ഒളിച്ചൊക്കെ പോയിരുന്ന കാണുന്നതാണ്. പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. നല്ല എക്സ്പീരിയൻസ്. പെർഫോം ചെയ്യാൻ സ്പേസ് വന്നു കഴിഞ്ഞാൽ പൊളിക്കും. അങ്ങനല്ല, അതിനാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും പടം കാണണം കേട്ടോ. നല്ല അടിപൊളിയാണ്. കണ്ടിട്ട് പറയണേ. താങ്ക് യു സോ മച്ച്. പുള്ളി കോമഡി ആണല്ലോ. അത് പുള്ളിയുടെ മൊത്തം വർക്കൗട്ട് അടിപൊളിയായി. പടം നല്ല എൻഗേജിങ് ആണ്. കോമഡി എല്ലാം വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ലൊരു പടം. ആശിറൊക്കെ അടിപൊളി. എല്ലാവരും അടിപൊളി. നല്ല പടം. കുഴപ്പമുണ്ടായില്ല. നല്ല പടമാണ്. അടിപൊളിയാണ്. ആശിറ കുറച്ചുള്ളൂ, ബട്ട് വന്നത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. അച്ഛൻ മകൻ ബന്ധമൊക്കെ കാണിക്കുന്നു. സൂപ്പർ പടം. സൂപ്പർ പടം. ഫാമിലിക്ക് ഇഷ്ടപ്പെടുക ചേച്ചി? തീർച്ചയായും. അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു?